പ്രഗ്നൻസി ടൈം ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് എങ്ങും ഇല്ലാത്ത കുറച്ച് പല്ലുവേദനയും ഗംസിന്റെ പെയിനും ഒക്കെ വരാറുണ്ട്. ആദ്യമായിട്ട് കേട്ടോ. കാരണം പ്രഗ്നന്റ് ആയതിനു ശേഷം പിന്നീട് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മെഡിസിൻസ് എടുക്കാൻ പറ്റില്ല, അങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ. ഡിവോഴ്സിന് വരെ കാരണമായിട്ടുള്ള ഒരു സംഭവമാണ് വായിനാറ്റ്. നമ്മുടെ റിസ്റ്റ് എടുക്കുക, ഒന്ന് ലിക്ക് ചെയ്യുക. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി എത്രത്തോളം ഡേഞ്ചറസ് ആണ് പല്ലിന്? ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് തിങ്സ്. പുകവലിക്കുന്ന ഒരാളുടെ വായ നമ്മൾ അവർ വാ തുറക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നമുക്ക് പല്ലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സൂചിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നാണ്. പല്ലുകളിൽ ഇരിക്കുന്ന ജോയും നാരോ ആയിരിക്കും. അപ്പോൾ നമ്മുടെ പല്ലുകൾക്കെല്ലാം ഇരിക്കാൻ സ്ഥലം കാണത്തില്ല. അപ്പോൾ അത് നേരെ തെറ്റി വന്നിരിക്കും. മോണക്ക് വയസ്സായെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവുക? അതിൻ്റെ അർത്ഥം നമ്മുടെ മോണ കുറച്ചുകൂടെ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. അത് കുറച്ചുകൂടെ ഫാസ്റ്ററാണ് ഈ ഗംസിൻ്റെ ഒരു റിസഷനും കാര്യങ്ങളും. അപ്പോൾ അവർ അതിൻ്റെ കെയർ കുറച്ചുകൂടെ നന്നായിട്ട് എടുക്കേണ്ടതുണ്ട്. പല്ല് മാറിയാൽ തന്നെ നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പ് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നു പറയുന്നേക്കാം. പണ്ടത്തെ കാലത്തൊരു കേടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പല്ലെടുത്ത് കളയുക എന്നുള്ളതാണല്ലോ അതിൽ മെയിൻ ഇഷ്യൂ വരുന്നത്. ചില ആളുകളിൽ പല്ലിൻ്റെ ചുറ്റിനുള്ള എല്ലുണ്ടല്ലോ, അതിൽ ചിലപ്പോൾ തേയ്മാനം വരാറുണ്ട്. അങ്ങനെ തേയ്മാനം വന്നിട്ടുണ്ടെങ്കിൽ ഈ വെപ്പുലുകൾ പ്രോപ്പറായിട്ട് ഇരിക്കില്ല. കുറച്ച് കാലം മുന്നേയുള്ള ജയറാമിൻ്റെയും ദിലീപിൻ്റെയും ഒക്കെ സിനിമയിൽ ഒരു അപ്പൂപ്പൻ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഭയങ്കര പല്ലൊന്നും ഇല്ലാണ്ട് കുറേ സമയം ചിരിക്കുന്നപ്പോൾ ഒരു അപ്പൂപ്പൻ. ഞാനിപ്പോഴും ആലോചിക്കും പുള്ളി എങ്ങനെയായിരിക്കും ഫുഡ് കഴിക്കുന്നുണ്ടാവുമെന്നൊക്കെ. അപ്പം എൻ്റെ അമ്മയുടെ അമ്മമ്മക്ക് വെപ്പുപല്ലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരി വെപ്പുപല്ല് വെച്ച് കഴിഞ്ഞാൽ ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ കാലത്ത് വെപ്പുപല്ല് വെക്കുമായിരുന്നു. അപ്പം ഇപ്പോഴത്തെ വയസ്സായ ആളുകൾ വെപ്പുപല്ലും അങ്ങനെ എന്താ വെക്കുന്നത്? ഇപ്പോഴും വെപ്പുപല്ല് വെക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ പക്ഷേ ഉണ്ടല്ലോ, കുറേ ആളുകൾ നല്ല രീതിയിൽ ടീത്തും ഗംസും ഒക്കെ കെയർ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ നാച്ചുറൽ ടീത്ത് ഒരുപാട് നഷ്ടപ്പെടാതെ തന്നെ സൂക്ഷിക്കാനാണ് എല്ലാവരും നോക്കുന്നത്. പണ്ടത്തെ കാലത്തൊരു കേടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പല്ലെടുത്ത് കളയുക എന്നുള്ളതാണല്ലോ അതിൽ മെയിൻ ഇഷ്യൂ വരുന്നത്. ഇപ്പോൾ റൂട്ട് കനാൽസ് ഒക്കെ ചെയ്യുന്നുണ്ട് ആളുകൾ. അതേപോലെ തന്നെ അവർ ടീത്ത് കുറേ കൂടെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇംപ്ലാന്റ്സ് ചെയ്ത് ടീത്ത് വെക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളിൽ ഇപ്പോൾ കുറച്ചുകൂടെ നമ്മുടെ ഓറൽ കെയർ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ വെപ്പുപല്ല് എന്ന് പറയുന്ന പല രീതിയിലുള്ളതുണ്ട് കേട്ടോ. ഈ വെപ്പുപല്ല് വെച്ച ഇനീഷ്യൽ ടൈമിൽ ഇത് വെച്ച് കഴിക്കാനും എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പുതിയതായിട്ടൊരു സാധനമല്ലേ, അത് പഠിച്ച് വരണം. ആ ഇനീഷ്യൽ ടൈമിൽ നമുക്കത് പറ്റില്ല, അത് വെക്കണില്ല, ഇച്ചിരി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് സെറ്റ് ആവില്ല. അതേപോലെ ചില ആളുകളിൽ നമ്മുടെ പല്ലിൻ്റെ ചുറ്റിനുള്ള എല്ലുണ്ടല്ലോ, അതിൽ ചിലപ്പോൾ തേയ്മാനം വരാറുണ്ട്. അങ്ങനെ തേയ്മാനം വന്നിട്ടുണ്ടെങ്കിൽ ഈ വെപ്പുലുകൾ പ്രോപ്പറായിട്ട് ഇരിക്കില്ല. അപ്പോൾ നമ്മളൊന്ന് ഒന്നുകൂടെ മെഷർമെൻ്റ് എടുത്തിട്ട് ചിലപ്പോൾ ആയിട്ട് ഒന്നും കൂടെ ചെയ്യേണ്ടി വരാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ വേറൊരു മെറ്റീരിയലിലായിരിക്കും ചെയ്യാൻ പറ്റുക. എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ പഠിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ വെപ്പുലുകൾ വെച്ചിട്ട് നമുക്ക് ചൂസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളുടെ മോണക്ക് വയസ്സാവും. മോണക്ക് വയസ്സായെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവുക? നമുക്ക് വയസ്സാകുമ്പോൾ നമ്മുടെ മോണയ്ക്ക് വയസ്സാകും. അത് നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നത് നമ്മുടെ മോണ ഇറങ്ങാൻ തുടങ്ങും. നമ്മുടെ പല്ലുകളുടെ ഇടയിൽ നമുക്കൊരു ചെറിയൊരു ബ്ലാക്ക് ട്രയാങ്കിൾ പോലെ പല്ലിൻ്റെ മോണയുടെ ഭാഗത്തായിട്ട് കണ്ടു തുടങ്ങും, പല്ലുകളുടെ ഇടഭാഗത്തായിട്ട്. അതിൻ്റെ അർത്ഥം നമ്മുടെ മോണ കുറച്ചുകൂടെ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. അതേപോലെ ഈ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് കുറച്ചുകൂടെ ഫാസ്റ്ററാണ് ഈ ഗംസിൻ്റെ ഒരു റിസഷനും കാര്യങ്ങളും. അപ്പോൾ അവർ അതിൻ്റെ കെയർ കുറച്ചുകൂടെ നന്നായിട്ട് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ടീത്തിൽ ഇൻഫെക്ഷൻസും കാര്യങ്ങളും ഗംസിൽ ഇൻഫെക്ഷൻസ് വരുന്നതൊക്കെ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളിൽ കുറച്ചുകൂടെ കൂടുതലായിട്ടാണ് വരുന്നത്. അതുപോലെ ലേഡീസിൻ്റെ പ്രഗ്നൻസി ടൈമിൽ കുറേ ഹോർമോണൽ ചേഞ്ചസ് കാരണം ഗംസിൻ്റെ ഇഷ്യൂസ് വരാറ്. ആദ്യമായിട്ട് കേട്ടോ. അതെ അതെ അതെ, അതും വളരെ ഇപ്പോൾ പ്രഗ്നൻസി ടൈം ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് എങ്ങും ഇല്ലാത്ത കുറച്ച് പല്ലുവേദനയും ഗംസിൻ്റെ പെയിനും ഒക്കെ വരാറുണ്ട്. ഈ ഹോർമോൺസ് ഓൾസോ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഈ ഗംസിനെയും കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യാനായിട്ട്. അതൊരു ഇഷ്യൂസ് ആവാറുണ്ട്. അപ്പോൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഓറൽ കെയറും കൂടെ ഒന്ന് പ്രോപ്പർ ആക്കിയതിന് ശേഷം അത് പ്ലാൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇറ്റ്സ് എ വെരി ഗുഡ് ടൈം. കാരണം പ്രഗ്നൻ്റ് ആയതിനു ശേഷം പിന്നീട് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മെഡിസിൻസ് എടുക്കാൻ പറ്റില്ല, അങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതിന് മുന്നേ തന്നെ ഇഫ് യു ആർ പ്ലാനിങ് ഓൺ ഇറ്റ്, ഗെറ്റ് റെഡി വിത്ത് യുവർ ഓറൽ അസസ്മെൻറ്റ് ഓൾസോ. പല്ല് മാറിയാൽ തന്നെ നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പ് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നു പറയുന്നേക്കാം. പക്ഷേ നമുക്ക് തലവേദന വരുന്നതും നടുവേദന വരുന്നതും കഴുത്തുവേദന വരുന്നതും ഒക്കെ പല്ലിൻ്റെ നിര സംബന്ധിച്ചും പല്ലിൻ്റെ ആ ഒരു ഘടന സംബന്ധിച്ചും ഒക്കെ ഇരിക്കുക. അപ്പം നമുക്ക് പല്ലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത്
സൂചിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നാണ്. ചിലപ്പോൾ അങ്ങനെ ആവാം, ചിലപ്പോൾ അങ്ങനെ ആവണമെന്നുമില്ല. എല്ലാം നോർമലായിട്ടുള്ള ഒരാൾക്കും പല നിരതെറ്റിയും വിടവുകളൊക്കെ ആയിട്ടും വരാം. കുറേ ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഈ സൂര്യ പറഞ്ഞതുപോലെ തന്നെ നമുക്കിതൊക്കെ അക്യുമുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു കാരണങ്ങളും കൂടി ആയിട്ടും കാണാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു നാരോ പോസ്ചർ, നമ്മുടെ പോസ്ചർ ശരിയല്ല, അല്ലെങ്കിൽ നമ്മുടെ എയർവേ നാരോ ആണ്, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പല്ലുകൾ ഇരിക്കുന്ന ജോയും നാരോ ആയിരിക്കും. അപ്പോൾ നമ്മുടെ പല്ലുകൾക്കെല്ലാം ഇരിക്കാൻ സ്ഥലം കാണത്തില്ല. അപ്പോൾ അത് നേരെ തെറ്റി വന്നിരിക്കും. അപ്പോൾ ഇതെല്ലാം ഇന്റർ റിലേറ്റഡ് ആണ്. ഡിവോഴ്സിന് വരെ കാരണമായിട്ടുള്ള ഒരു സംഭവമാണ് വായ്നാറ്റം. ഞാൻ വളരെ റീസെൻ്റ് ആയിട്ട് വായിച്ചതാണ്, ഒരു കപ്പിള് വായ്നാറ്റം കാരണം ഡിവോഴ്സായി വരുന്നത്. ശരിക്കും അങ്ങനെയൊക്കെ സംഭവിക്കുകയും ചേച്ചി സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ വായ്നാറ്റം നമ്മുടെ വായി നാറുന്നുണ്ടോ എന്നുള്ളത് നമ്മളെങ്ങനെ സ്വയം തിരിച്ചറിയാം? അതായത് നമുക്ക് സ്വന്തമായി തോന്നും നമ്മൾ കൃത്യമായി പല്ല് തേക്കുന്നുണ്ട്, നമ്മളെ വായ അടിപൊളിയാണ്, നമ്മൾ ചുരുങ്ങിയൊക്കെ ചവക്കുന്നുണ്ട്, നമുക്കറിയാം. പക്ഷേ നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ ചിലർക്ക് നമ്മുടെ വായി നാറും. അതെന്തുകൊണ്ടാണ് അങ്ങനെ വായ്നാറ്റം സംഭവിക്കുന്നത്? അല്ലെങ്കിൽ നമുക്ക് വായി നാറ്റം ഉണ്ടോയെന്ന് നമ്മളെങ്ങനെ സ്വന്തമായിട്ട് അറിയാം? അതിനൊരു ഈസി മെത്തേഡ് ഉണ്ട്. നമ്മുടെ റിസ്റ്റില്ലേ, റിസ്റ്റ് എടുക്കുക, ഒന്ന് ലിക്ക് ചെയ്യുക, ലിക്ക് ചെയ്തിട്ട് സ്മെല്ല് ചെയ്ത് നോക്കുക. അപ്പോൾ ആ സ്മെല്ലിൽ നമുക്ക് ഒരു നാറ്റം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് വായനാറ്റം ഉണ്ട്. പിന്നെയുള്ളൊരു മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മൾ ടങ്ങില്ലേ, നാവൊന്ന് സ്ക്രേപ്പ് ചെയ്യുക, എന്നിട്ട് അതൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കുക. അപ്പോഴും നമ്മൾ അതെ. ക്ലീൻ ചെയ്യുന്ന ആ ഒരു ഏരിയ. അതെ, നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് ഒന്ന് ഇത്തിരി ഡ്രൈ ആയതിനു ശേഷം അതൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കിയാൽ നമ്മുടെ വായിൽ സ്മെല്ല് ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ഒരാൾ പറയാണ് നമുക്ക് വായനാറ്റം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ അതൊന്ന് ചെക്ക് ചെയ്തത് നല്ലതായിരിക്കും. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പല്ലിലോ നാക്കിലൊക്കെ ചിലർക്കൊരു കോട്ടിംഗ് ആയിട്ട് കാണും, വൈറ്റ് കോട്ടിംഗ് ആയിട്ടോ കളേർഡ് കോട്ടിംഗ് ആയിട്ടൊക്കെ കാണാം. ചിലപ്പോൾ ഒരു ബാക്ടീരിയൽ ഗ്രോത്ത് ആവാനൊരു ചാൻസ് ഉണ്ട്. അതേപോലെ പല്ലിൻ്റെ ഇടയിൽ കക്ക പിടിച്ചു എന്നൊക്കെ പറയില്ലേ, കാൽക്കുലസ് പോലെ കുറച്ച് ഹാർഡായിട്ടുള്ള ഡെപ്പോസിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും സ്മെല്ലുണ്ടാക്കും. വായിൽ കേടുള്ള പല്ലുകളുണ്ടെങ്കിൽ സ്മെല്ല് വരും. അതേപോലെ ചില ആളുകൾക്ക് ഈ റിഫ്ലക്സിൻ്റെ അസുഖങ്ങളുണ്ടെങ്കിൽ അത് കാരണം ഒരു സ്മെല്ലുണ്ടാവും. പിന്നെ ചിലരിൽ ഈ മറ്റേ വായിൽ വയ്ക്കുന്ന ടൊബാക്കോ പ്രൊഡക്ട്സ് ഒക്കെ ഇല്ലേ, അതുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സ്മെല്ല് ഉണ്ടാവും. സ്മോക്കിങ്ങും ഇതൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ പോയാലും കുറച്ച് വായനാറ്റം ഉണ്ടാവും. പുകവലി, സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. നമ്മൾ എവിടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ പരസ്യം കാണാറുണ്ട്. നമ്മൾ തിയേറ്ററിൽ പോയിരിക്കുമ്പോൾ ആ പരസ്യം കണ്ട് നമ്മളിങ്ങനെ കണ്ണടക്കാറുണ്ട്. പുകവലിക്കുന്നത് ശരീരത്തിന് അത്രയും മോശമാണ് എന്ന് പറയാറുമുണ്ട്. നമുക്ക് സ്വയം അറിയാം. എന്നാലും ഒരു സ്ട്രെസ് വരുമ്പോൾ ഒരു ചായയും സിഗരറ്റും ആ ഒരു കോംബോ ആയിട്ടുള്ള ആളുകൾ നമ്മളുടെ ഇടയിലുണ്ട്. ഒരു ജോലി കഴിഞ്ഞ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു സിഗരറ്റൊക്കെ വലിച്ചിങ്ങനെ ഇരിക്കുക എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഒരു പല്ലിനെ അത്രത്തോളം കെയർ ചെയ്യണം എന്നുള്ളൊരു ഇൻഫർമേഷനും എഡ്യൂക്കേഷനും ആളുകളിലേക്ക് കൊടുക്കുന്ന ഒരാളായ ഡോക്ടർ സ്നേഹ സുസിനോട് ഞാൻ ചോദിക്കുകയാണ്, പുകവലി എത്രത്തോളം ഡേഞ്ചറസ് ആണ് പല്ലിന്? ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് തിങ്സ്. പല്ലിനെന്നല്ല, നമ്മളൊരു പേഴ്സണായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഇത്രയും നശിപ്പിക്കുന്ന വേറൊരു ഹാബിറ്റ് ഇല്ല. പുകവലിക്കുന്ന ഒരാളുടെ വായ അവർ വാ തുറക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഹീസ് എ സ്മോക്കർ. അതിനുള്ള എല്ലാ സയൻസും ആ വായിൽ കാണും. മോണ ഇറങ്ങിയിട്ടുണ്ടാവും, പല്ലിൽ സ്റ്റെയിൻസ് ഉണ്ടാവും, സ്മെല്ല് തന്നെ നമുക്ക് ചിലപ്പോൾ ആ ടൊബാക്കോൻ്റെ സ്മെല്ലായിരിക്കും വരുന്നത്. സോ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒഴിവാക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് നമുക്ക് ഒഴിവാക്കുന്നത് ഈ ഒരു ഹാബിറ്റ് ആയിരിക്കണം. അപ്പോൾ അലൈനേഴ്സിനെ കുറിച്ചും TMJനെ കുറിച്ചും ഒക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചു. നീ മാം ഇപ്പോൾ പ്ലാറ്റിനം കിട്ടിയ ഒരു ഒരു ഡയമണ്ട് ആവാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. ഇനിയും ഒരുപാട് അലൈനേഴ്സിനെ കുറിച്ചും TMJനെ കുറിച്ചും അടുത്ത കുറേ ടോപ്പിക്സിനെ കുറിച്ചും സംസാരിക്കാൻ നെക്സ്റ്റ് റൗണ്ടായിട്ട് നമുക്ക് വീണ്ടും വരാം. താങ്ക് യു. താങ്ക് യു സോ മച്ച്.